7:34 പാല് കുറെ നേരമായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക. എന്താ പാലു? പാട്ട് പാടണോ ചേച്ചി? ചേച്ചി ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ പാട്ട് പാടിയ പോരെ? എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോ ഇന്ന് ഞാൻ ഇവിടെ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്, നമുക്ക് വേനൽക്കാലമൊക്കെ ആയിരുന്നു. ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത് എത്രത്തോളം ചൂട് ഇവിടെ ഉണ്ടെന്ന്. ഇപ്പൊ ഞാൻ ഈ ഫാൻ ഓഫ് ചെയ്തിട്ട് ഒരു സെക്കൻഡ് പോലും ആയിട്ടുള്ളൂ അല്ലേ, നമ്മുടെ ഫാൻ ഓഫ് ചെയ്തിട്ട് അപ്പൊ തന്നെ നമ്മൾ വേർത്ത് തുടങ്ങി. പക്ഷെ ഇപ്പോ സമയം 7:30, രാത്രി 7:30 ഞങ്ങള് ഏറ്റവും മേളത്തെ നിലയിലായതുകൊണ്ട് തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ ഇവിടെ, ഒന്നും പറയാനില്ല, ഭയങ്കര ചൂടാണ്. അപ്പൊ അങ്ങനെ നോർമലി നമ്മൾ അങ്ങനെ അമ്മ എനിക്ക് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അങ്ങനത്തെ ജ്യൂസും കാര്യങ്ങളും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട്. സീസൺ വെച്ച് അമ്മ ഉണ്ടാക്കി തരാറുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അമ്മ ചൂട് കാലമല്ല, അപ്പൊ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പി നമുക്ക് നോക്കാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അമ്മ കണ്ടുപിടിച്ച ഒരു റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന്റെ പേര് ഞങ്ങൾ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കുള്ളൊരു ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇതിന് എന്ത് പേരിടണം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ഇടാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് വീഡിയോ എന്നുള്ളതിലേക്ക് പോകാം. അതിനു മുമ്പ് അച്ഛനുണ്ട്, പാലു ഉണ്ട്, അമ്മയുണ്ട്. പാലു അമ്മമ്മമ്മമ്മന്ന് വെച്ചോണ്ടിരിപ്പുണ്ട്. ഹായ് ഹായ് പാലു. ഹായ് പറ. ഹായ് ടാറ്റാ. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് പറ. ഹായ് 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 ഹായ്. ഹായ്. പിന്നെ എല്ലാവരും പാലുവിൻ്റെ ചെയർ കണ്ട് കാണുമല്ലോ. ഇതാണ് പാലുവിൻ്റെ ഇപ്പോഴത്തെ വാസകേന്ദ്രം. ഇതാണ് പാലുവിൻ്റെ കളിപ്പാട്ടവും കാര്യങ്ങളും. അതുകൊണ്ട് നമുക്കിപ്പോൾ ഭയങ്കര റെസ്റ്റ് കിട്ടുന്നുണ്ട്. അത് അമ്മയ്ക്ക് കുക്ക് ചെയ്യുമ്പോഴൊക്കെ അല്ലേ അമ്മേ? അതെ, അതുകൊണ്ട് എല്ലാം ഇവിടെ നിന്ന് കഴിച്ചോളൂ അല്ലേ പാലു? കണ്ട പാലു ഒരു സെക്കൻഡ് കൊണ്ട് വേർത്ത കണ്ടോ? പാലുവിൻ്റെ മുട്ടത്തല കണ്ടി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കണ്ടോ ഗ്ലേസിങ് കണ്ടോ? ഇതാണ് ഇപ്പം ഇവിടുത്തെ ചൂട്. അപ്പം നമുക്ക് വേഗം സംഭവത്തിലേക്ക് കടക്കാം. ഞങ്ങള് ഇതിന്റെ പരിപാടി കഴിഞ്ഞിട്ട് ഞങ്ങൾ മോഹൻലാലിന്റെ നേര് സിനിമ കാണാൻ പോകണം. 9:30 സിനിമ. 9:30 നമ്മുടെ തൃപ്പൂണിത്തറ ടാക്കീസിലാണ് സിനിമ ഉള്ളത്. അപ്പോൾ നേരെ സിനിമ കാണാൻ പോകും. അച്ഛൻ എത്ര നാളായി ചേച്ചി സിനിമ കാണാൻ പോയിട്ട്? ഞാനിപ്പോ പോയിട്ട് പഴശ്ശിരാജയാണ് തോന്നുന്നത്. പഴശ്ശിരാജയാ? മാളികപ്പുറം. എടാ കള്ള, ഞങ്ങളറിയാതെ കുറെ സിനിമയ്ക്ക് പോയിട്ടുള്ള ടീമാ ഇത്. ഇതിൽ അമ്മയും പാലും ഇല്ല, ഞാനും അച്ഛനും മാത്രമേ പോകുന്നത്. അമ്മയ്ക്ക് സിനിമയ്ക്ക് പോകുന്നത് ഇഷ്ടമല്ല, അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. അതെ അതെ. പാലു ചൂരെടുക്കണ്ട പാലു. പാല് വേർത്തു തുടങ്ങി. നമുക്ക് എന്തായാലും ഫാൻ ഇട്ടിട്ട് നമ്മുടെ പരിപാടികളിലേക്ക് ഇതേ കണ്ട. പാലുവിന് മുടിയൊക്കെ ചെയ്യാൻ ചീപ്പ് വേണ്ട ഇപ്പം. യെസ്, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. പാലും അമ്മയെ സിനിമയ്ക്കില്ല. അമ്മ ലാസ്റ്റ് കണ്ട പടം ഏതാ? അമ്മ മാമാങ്കൊന്നും കണ്ടിട്ടില്ല. വെള്ളത്തിൽ പൊക്കി ബാഹുബലി. ഓക്കെ, അപ്പൊ അമ്മ അവസാനമായിട്ട് കണ്ട പടം ബാഹുബലിയാണ്. അച്ഛൻ എന്നോടും കൂടെ ചോദിക്കും ലാസ്റ്റ് കണ്ട പടം ഏതാണ്. ഞാൻ അവിടെ നിൽക്കട്ടെ. നീ അവസാനമായിട്ട് കണ്ട പടം? അത് ക്യാമറ ഓൺ ആയിരുന്നു ഓൾറെഡി. ഓക്കെ, അപ്പൊ ഞാൻ അവസാനമായിട്ട് കണ്ട പടം കണ്ണൂർ സ്ക്വാഡാണ്. ഞങ്ങൾ അവിടെ ഇറങ്ങുന്ന പടങ്ങൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കാണാൻ ശ്രമിക്കാറുണ്ട്. അപ്പൊ കന്നഡ പടങ്ങളൊക്കെ അവിടെ അല്ലു അർജുന്റെ കന്നഡ പടമൊക്കെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ പോയി കണ്ടു. എന്നിട്ട് മറ്റേ സാമി പാട്ട് കണ്ടിട്ട് തിരിച്ചു പോയി. കാരണം ഒന്നും മനസ്സിലായില്ല നമുക്ക്, സബ് ടൈറ്റിലും ഇല്ലാത്ത ഒരു ഊളം തിയേറ്റർ ആയിരുന്നു. അങ്ങനെ പോയി കണ്ടിട്ടൊക്കെ വന്നു. അങ്ങനെ കുറെ എക്സ്പീരിയൻസ്. പിന്നെ ലാസ്റ്റ് കണ്ടത് മമ്മൂട്ടിയുടെ കണ്ണൂർ സ്ക്വാഡാണ് ആണെന്ന് തോന്നുന്നു. അതെ, അപ്പോൾ കുറേ നാളായി സിനിമയ്ക്കൊക്കെ മര്യാദയ്ക്ക് ഫാമിലിയുടെ കൂടെ ഒന്നും പോയിട്ടേ ഇല്ല. പിന്നെ പാല് ജനിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് പോകാനായിട്ട് പറ്റത്തില്ല. അമ്മയ്ക്ക് എങ്ങനെ ഉത്സവ പറമ്പില് മറ്റേ സിനിമയ്ക്ക് അങ്ങനെയൊന്നും പോകാൻ ഇഷ്ടമുള്ള ഒരാളല്ല.
പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ പാലുവിൻ്റെയൊക്കെ സന്തോഷത്തിന് വേണ്ടി വെറുതെ വരുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിന്ന് നേരെ സിനിമയ്ക്ക് അച്ഛൻ്റെ കൂടെ പോകാമെന്ന് വെച്ചാൽ അച്ഛനും അല്ലെങ്കിൽ നിർബന്ധിക്കില്ലെങ്കിൽ അച്ഛനൊന്നും പോകത്തൊന്നുമില്ല, ഇങ്ങനെ നടക്കും. അപ്പോൾ അതുകൊണ്ട് വെറുതെ ഞങ്ങൾ ഇന്നലെ ബുക്ക് ചെയ്തു, നമ്മുടെ ബുക്ക് മൈ ഷോയിൽ ബുക്ക് ചെയ്തു. അപ്പോൾ സിനിമയ്ക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് സമയമില്ല, നമുക്ക് വേഗം, കാരണം ഇപ്പം 7:34 പാലു കുറേ നേരമായിട്ട് എന്നെ വിളിച്ചോണ്ടിരിക്കുക. എന്താ പാലു ഇത് കൊള്ളാല്ല, വിളിച്ചിട്ടൊന്നുമില്ലെന്ന്. എന്താ എന്താ എന്നെ വിളിച്ചത്? പാട്ട് പാടണോ ചേച്ചി? ചേച്ചി ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ പാട്ട് പാടിയപ്പോലെ. ഓക്കെ, അപ്പൊ ഞാൻ ഭക്ഷണം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോ പാലുവിന് വേണ്ടി പാട്ട് പാടാൻ അവിടെ താഴെ ഇറങ്ങാൻ തോന്നുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ അപ്പൊ നമുക്ക് വേഗം ഉണ്ടാക്കാൻ പോവാം. ഓക്കെ, അപ്പൊ ഇനി ഞങ്ങളുടെ പണി നടക്കണം, നമുക്ക് സിനിമയ്ക്ക് പോകണം, ജ്യൂസ് കുടിക്കണം എന്നുണ്ടെങ്കിൽ ഈ മഹാരാജ്ഞീനെ നമ്മൾ താഴത്തേക്ക് ഇരുത്തണം. കാരണം അവിടെ ശരിക്കും ഈ സാധനം വെറുത്തു. ഇത് വന്നേ പിന്നെ പ്ലേറ്റിലും കിട്ടിയപ്പോഴും കൊച്ചു വെറുതെ നടന്നിട്ടില്ല. അതുകൊണ്ട് എന്തായാലും നമുക്ക് ഇതൊന്ന് തുറന്ന് ഇതിനകത്തേക്ക് പാലിനെ ഇരുത്തിയിട്ട് നമുക്ക് പണി ചടപടെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. നല്ല ഹൈ ക്ലാസ് ചെയറും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ മാഡം ഇതിനകത്ത് ഇരിക്കുന്ന കണ്ടാൽ നിങ്ങൾക്ക് ചിരി വരും. നമ്മള് മീൻ വിൽക്കാൻ ചേച്ചിമാരിരിക്കത്തില്ലേ, കാലൊക്കെ ഇങ്ങനെ മടക്കി വെച്ച് ഇങ്ങനെയൊക്കെയാ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് വേറെ ടെൻഷനൊന്നും ഇല്ല കേട്ടോ. കാരണം അതിന്റെ പേര് കിട്ടിയിട്ടില്ല, എന്താണ് ഈ ഡിഷിന് ഇടേണ്ടത്, അതിന്റെ ഒരു ചെറിയ ടെൻഷൻ ഞങ്ങൾക്കുണ്ട്. എന്നാൽ ഡിഷിന്റെ പേര് നിങ്ങൾ കമന്റ് ചെയ്യേ, നമുക്ക് നോക്കാം. അപ്പൊ ഈ ഡിഷിന് അമ്മ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് കറക്റ്റ് അറിയില്ലേ? ഓക്കെ, അപ്പൊ ഞാൻ സ്വിഗ്ഗിയിൽ നിന്ന് പെട്ടെന്ന്, നമ്മളെല്ലാം പെട്ടെന്നുള്ള ആൾക്കാരെ, ഞങ്ങളിങ്ങനെ എന്താ പറയാ, വലിയ വലിയ യൂട്യൂബേഴ്സിനെ പോലെ ഭയങ്കര പ്ലാൻ ചെയ്തിട്ട് ചെയ്യുന്ന ആൾക്കാരല്ല. അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് ഉണ്ടെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു എഡിറ്റ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പൊ ഇതും വളരെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ നിന്നത് ക്യാരറ്റും ഓറഞ്ചും വെച്ചിട്ട് വേറൊരു ജ്യൂസ് ആയിരുന്നു. അത് നിങ്ങൾ കാണണോട്ടോ. ഞങ്ങൾ അടുത്ത ദിവസം നാളെ വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കുന്നത്. എന്താ ഒന്ന് പറഞ്ഞായിരുന്നോ? ഓക്കെ, വേനലിൽ ചൂടും കൊണ്ട് തന്നെയാണ് ജ്യൂസ് പോലെ തന്നെ കാണിച്ചു കൊടുക്കാന്നില്ല. അപ്പൊ ഞങ്ങൾ രാവിലെ ഷൂട്ട് ചെയ്യുന്ന അപ്പൊ എന്റെ ഒരു കൂട്ടുകാരി അതിന്റെ കുറച്ച് ക്ലിപ്സും ഫോട്ടോസും ഒക്കെ ഞാൻ ഇടാട്ടോ. അമ്മയുടെ വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കൂട്ടുകാരിയാണ്. അവര് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫോട്ടോസ് ഒക്കെ ഞാൻ ഇവിടെ അടിയാണെങ്കില്ല. ഞാന് അവിടെ കണ്ടിട്ട് അവിടെ ഞാൻ ഒന്നിച്ച് നഴ്സിംഗ് പഠിച്ചതാ. പക്ഷെ പിന്നെ നമ്മൾ അന്ന് എന്റെ കാലത്തൊന്നും ഇങ്ങനെ വാട്സപ്പും ഫോണൊന്നും ഇല്ലല്ലോ, അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ അത് കണ്ടുപിടിച്ചതെന്ന് പറഞ്ഞാൽ പാലു ഞാൻ ഗർഭിണിയായിരുന്നു. അപ്പൊ എന്റെ കൂട്ടുകാരുടെ ഇന്റർവ്യൂ കണ്ടിട്ട് വേറൊരു എൻ്റെ കൂടെ പഠിച്ച ദീപ്തി ജോസ് എന്ന് പറഞ്ഞൊരു കുട്ടി ഇന്ന് ദീപ്തിയാണെന്ന് പറഞ്ഞ് അയച്ചു കൊടുത്ത് അങ്ങനെ നമ്മൾ കൊല്ലത്തുള്ളതാണ്. ഇളാദേവി എന്നാണ് പേര്. അപ്പോൾ അവൾ 28 വർഷങ്ങൾക്ക് ശേഷം അവള് ഈ പാലു നിമിത്തം ആര്യയുടെ ഇൻസ്റ്റാഗ്രാമും ഉള്ളത് കൊണ്ട് അവളെ അങ്ങനെ മോഹിനിയാട്ടം ക്ലാസിന്റെ പോസ്റ്ററിൽ വാട്സ്ആപ്പ് നമ്പർ ഉണ്ടായിരുന്നു. അതുവഴി പാലു ജനിച്ച് റൂമിലേക്ക് കൊണ്ടുവന്ന ടൈമിൽ തന്നെ ഇല്ലാണ്ട് എനിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന് അവര് ഫൈനലി നമ്മുടെ വീട്ടിൽ വന്നു. അതിന്റെ വിശേഷമായിട്ട് അതുകൊണ്ടാണ് രാവിലെ ഷൂട്ട് ചെയ്യാൻ പറ്റാഞ്ഞത്. അൺപ്ലാൻഡ് ആയിട്ട് വേറൊരു സംഭവമാണ് നമ്മൾ ഉണ്ടാക്കാം. അത് വളരെ ഹെൽത്തി എന്നൊന്നും പറയുന്നില്ല, കാരണം കണ്ടൻസ്ഡ് മിൽക്ക് ഒക്കെ ഉണ്ട്. നമുക്ക് എന്തായാലും സംഭവം ഒന്ന് തുടങ്ങി നോക്കാം. അപ്പൊ നിങ്ങൾ പറഞ്ഞാൽ മതി വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റുന്നതാണോ അല്ലയോ എന്നൊക്കെ നിങ്ങൾ തന്നെ തീരുമാനിക്കുക. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും, അത് 100% ഗ്യാരണ്ടി. അപ്പൊ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് ഇതിനകത്ത് വേണ്ടതെന്നുള്ളത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം വേണ്ടത് സ്ട്രോബെറിയാണ്. ഇനി ജലദോഷമാണ് കേട്ടോ, പനിയുടെ പ്രശ്നമുണ്ട്. അപ്പം ഇതാണ് ആദ്യം വേണ്ടത്. അത്രയാണ് പഴുത്തിട്ടില്ല കറക്റ്റായിട്ട്. ഇതാണ് ആദ്യം വേണ്ടത് നമുക്ക്. പിന്നെ ഒരു നാരങ്ങ, പിന്നെ കണ്ടൻസ് മിൽക്ക്, പിന്നെ നമ്മുടെ പേരയ്ക്ക, ഇത്രയാണ് നമുക്ക് വേണ്ടത്. പിന്നെ വെള്ളം. അപ്പൊ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സ്ട്രോബെറി നമുക്ക് അധികം പഴുത്തതൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ സ്ട്രോബെറി പഴുത്തത് കിട്ടിയിട്ടില്ല. അപ്പൊ എന്തായാലും സ്ട്രോബെറി വേണ്ട, കഴുകിയിട്ടൊക്കെ തരാം. അപ്പോൾ അമ്മ അവിടെ നമ്മുടെ ഓരോന്നിൻ്റെ തൊലി, പച്ചക്കറിയുടെ ഫ്രൂട്ട്സിൻ്റെ തൊലി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്കിതാ ഇവിടുത്തെ പരിപാടികളിലേക്ക് കിടക്കാം. നിങ്ങൾ എന്താ ചെയ്യണത്? ക്ലൈമാക്സ്, പാലിനെ കൊണ്ടുള്ള സിനിമയുടെ ക്ലൈമാക്സ് ഡയലോഗിന്റെ സമയത്ത് കാല കാറും ആരും ഒന്നും കേൾക്കൂല. നമുക്ക് പാലു നിനക്കും വരാട്ടോ സിനിമയ്ക്ക്.
അച്ഛൻ അവളുടെ മുഖത്തേക്ക് ഊതിക്ക്, അവള് ചിരിക്കും. നീ ഊതുമ്പോഴല്ല നാറ്റം വന്നാണ്, അതുകൊണ്ടാണ്. അതെ, കോമഡി. സുന്ദരി, സുന്ദരിയുടെ താഴത്തെ ചുണ്ട് കാണാനില്ല. ഓക്കെ, അപ്പോ നേരത്തെ അമ്മ ഫ്രൂട്ട്സിന്റെ എല്ലാം തൊല്ലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോ എന്തൊക്കെയാണെന്ന് ഒന്ന് കണ്ടിട്ട് വരാം. അപ്പൊ കണ്ടല്ലോ, നമ്മുടെ പേരയ്ക്ക, നാരങ്ങ, സ്ട്രോബെറി മാത്രമേ നമ്മൾ ഫ്രൂട്ട്സ് യൂസ് ചെയ്യുന്നുള്ളൂ. ഫ്രൂട്ട്സ് ആക്ച്വലി നമ്മള് പേരയ്ക്കയും സ്ട്രോബെറി മാത്രമേ, ഓ അതെയോ, ശരി, ഓക്കെ, അത് രണ്ട് മാത്രമേ ഫ്രൂട്ട്സ് ഉള്ളൂ. നാരങ്ങ സെപ്പറേറ്റ് നമുക്ക് പിഴിയാനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ, വെള്ളം, തണുത്ത വെള്ളം വേണ്ടവർക്ക് തണുത്ത വെള്ളം ഉപയോഗിക്കാം. തണുപ്പ് വേണ്ടെന്നുണ്ടെങ്കിൽ പച്ചവെള്ളം ഉപയോഗിക്കാം കേട്ടോ. തണുപ്പിച്ചാലേ വെള്ളമൊക്കെ ഉപയോഗിക്കാം. എല്ലാവർക്കും പനി, കണ്ടൻസ്ഡ് മിൽക്ക് ആണേ, കോവിഡ് ഒക്കെയാണ്. അപ്പൊ ആദ്യം നമുക്ക് ആദ്യം നമുക്ക് നാരങ്ങ പിഴിഞ്ഞ് അതിനകത്ത് ഒഴിക്കണം. നാരങ്ങ മുറിച്ചെടുത്ത് നമ്മൾ അതിന്റെ നീരെടുക്കണമല്ലോ. ഓക്കെ, ഒരു ഈ പേരയ്ക്ക വളരെ നൈസായിട്ട് അരിയണേ. പേരയ്ക്കല്ലേ, പേരയ്ക്ക നല്ല അടിപൊളി നൈസായിട്ട് നമ്മൾ അരിഞ്ഞു കൊടുക്കണം. അല്ല, പൊടി പൊടിയായിട്ടല്ലേ അരിയണേ? അമ്മ അരിയുമ്പോൾ ഞാനൊരു പാട്ട് പാടിയാലോ അമ്മ? ഏത് പാട്ടാ പാടാ? പാലു ചേച്ചി ഏത് പാട്ട് പാടണം? അപ്പൊ അമ്മ പേരയ്ക്ക അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതായത് അല്ലാതെ ഇതിലിങ്ങനെയാണ് നമ്മൾ അരിയേണ്ടത്, പൊടി പൊടിയായിട്ട്. കണ്ടോ, ഈ ഒരു പൊടി പൊടിയായിട്ടാണ് നമ്മൾ അരിയേണ്ടത് അല്ലേ മാം? കണ്ടോ, ഇത്രയും പൊടി പൊടിയായിട്ട് വേണം നമ്മൾ അരിയാനായിട്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പം അമ്മ ഇത് അരിയുമ്പോഴത്തേക്ക് നമുക്ക് അമ്മയ്ക്കൊരു പാട്ട് പാടി കൊടുക്കാം. ഏത് പാട്ടാ അമ്മ പാടുക? ഓക്കെ, ശാരികയെ പാടട്ടെ, പണ്ടത്തെ. ശാരികേ നിൻ ശാരികേ, അല്ലെങ്കിൽ എന്നെയും കൂടെ കാണിച്ച് അച്ഛൻ വന്നിട്ട് പാടാം. അല്ലെങ്കിൽ ഒരു പാട്ട് ഇങ്ങനെ ഇപ്പം പാടാം. ഞാൻ പാടിയിട്ടില്ല, വ്ളോഗിൽ ശാരിക പാടിയിട്ടില്ല. ഇല്ല, മാതളപ്പൂ പോലൊരു പാടിയിട്ടേ ഇല്ല. മാതളപ്പൂ പോലൊരു മാനസ, പാല് താളം പിടിക്കുന്നുണ്ടോ കേട്ടോ. മാനസം ഞാൻ ഇന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, ആരും കാണാതെ പൂച്ചൂടി ഞാനൊന്നു പാടി, ശാരികേ ശാരികേ, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാൻ ഇന്നു കണ്ടു. ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി, ഞാനൊരു ഗാനമായി വീണ പാടുമീണമായി, സ്നേഹമാകും പൂവ് ചൂടി ദേവതയായി, ശാരികേ ശാരികേ. നമുക്ക് സ്ട്രോബെറി ഇതേപോലെ ചെറുതായിട്ട്. ഓക്കെ, പേരക്ക അരിഞ്ഞ പോലെ തന്നെ സ്ട്രോബെറിയും അരിഞ്ഞു കൊടുക്കാം.
കൊറ്റംകുളങ്ങര. എന്താടി എടീന്നാ എന്നെ വിളിച്ചാടി നീ എടീന്ന്? അപ്പോൾ നമ്മുടെ സ്ട്രോബെറി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്ട്രോബെറി ആണല്ലോ ഇപ്പോൾ ആക്ച്വലി ഭയങ്കര വൈറലായിട്ട്. നമ്മുടെ ലണ്ടനിൽ ഏതോ ഒരു ഷോപ്പിൽ സ്ട്രോബെറിയിൽ ചോക്ലേറ്റ് ഒക്കെ ഒഴിച്ച് കൊടുത്ത് അതിപ്പോൾ ഭയങ്കര, നമ്മുടെ ആലിയ ഭട്ടിൻ്റെ ക്രീം കേക്ക് വൈറലായതുപോലെ അതിപ്പോൾ ഭയങ്കര വൈറൽ. എല്ലാവരും ട്രൈ ചെയ്യുന്നൊക്കെ ഉണ്ട്. നമുക്കൊരു വീഡിയോ നമുക്കത് ചെയ്യാം. അതിൽ ഏത് ചോക്ലേറ്റ് ആണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കിയിട്ട് നമുക്കത് എന്താ പറയുക, അത് നമുക്കൊരു വ്ളോഗായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. ഇപ്പം മനസ്സിലായില്ലേ ഇത്രയും ചെറുതായിട്ട് അരിയുമ്പോൾ ഉള്ള ഗുണം എന്താ ശരിക്കും പറഞ്ഞാൽ? ചെറിയ കഷ്ണമായിട്ട് അരിയുമ്പോഴേ നല്ല രുചിയിൽ കടിക്കാൻ പറ്റും. ഒരു നമ്മളെ മറ്റേ മുന്തിരിയൊക്കെ കടിക്കണ പോലെ അല്ലേ? ഓക്കെ. അപ്പൊ നാരങ്ങ നമ്മൾ മുറിച്ച് വെച്ചിട്ടുണ്ട്. നാരങ്ങ ഇതിലേക്ക് നമുക്ക് നീര് പിഴിഞ്ഞ് വെക്കാം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണിത്. എന്താണമ്മേ? ലെമണിന്റെ നീര് ഇതിലേക്ക് ഒഴിക്കാം. നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ചുകൊണ്ടിരിക്കുക. അത് നാരങ്ങയല്ല, പച്ച നാരങ്ങയായിപ്പോയി. പച്ച നാരങ്ങയായിപ്പോയി. ഓക്കെ. കുറച്ച് നാരങ്ങ നീര് പാലിന് കൊടുത്താലോ? മതിയല്ലോ. അയ്യോ, നിന്റെ മോൾക്ക് ഒരു കുഴപ്പമില്ല നാരങ്ങയൊന്നും. നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചേ. ഓക്കെ. നാരങ്ങ നീര് അമ്മ ഫുള്ള് പിഴിഞ്ഞൊഴിച്ചു ഇതിനകത്തേക്ക്. നാരങ്ങയുടെ നീര് ഒഴിച്ചു. ഇനി ഇതിനകത്ത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ഒഴിക്കും. നന്നായിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്ത് എടുക്കണം. നാരങ്ങ നീരും ഇതും തമ്മിൽ നല്ല ബ്ലെൻഡ് ആവും. ഇത് രണ്ടും എന്തൊക്കെയാ? നാരങ്ങ നീരും കണ്ടൻസ് മിൽക്കും. നന്നായിട്ട് നാരങ്ങ നീരും കണ്ടൻസ്ഡ് മിൽക്കും ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എത്ര നേരം ചെയ്യണം അമ്മ ഇത്? അങ്ങനെയൊന്നുമില്ല. ഇത് പിന്നെ ഒന്ന് നന്നായി യോജിച്ച് വരുമ്പോൾ നല്ല ഒന്ന് പതഞ്ഞ് കിട്ടും. ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് വരും. അച്ഛനെന്താ ചെയ്യണേ? ഈ സമയത്ത് പേരക്കൈക്കണ സമയമാണ്. എന്ന് മുതല്? നാളെയും കഴിക്കും. അപ്പൊ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാരങ്ങയും കണ്ടൻസ്ഡ് മിൽക്കും അമ്മ നന്നായിട്ട് മിക്സ് ചെയ്തത് നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. പതഞ്ഞ് വരികയല്ല, നല്ലൊരു കൺസിസ്റ്റൻസി. അതായത് നമ്മുടെ ഈ മയോണൈസ് ഒക്കെ പോലെ ഉണ്ട്, നമ്മുടെ കസ്റ്റർഡ് ഒക്കെ പോലെ. അമ്മ ഒന്നിങ്ങനെ പിടിച്ചമ്മ ഞാനൊന്നത് പൊക്കി. ഇത് കണ്ടോ? കണ്ടോ ഗൈസ്? നിങ്ങൾ കണ്ടോ? ഇങ്ങനെയുണ്ട് കാണാൻ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഹായ്, വാവ്, സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത്. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ഇതിനകത്തേക്ക് സ്ട്രോബെറി ഇടണം. നമ്മുടെ ഈ സ്ട്രോബെറിക്ക് അധികം നിറയില്ല കേട്ടോ, അല്ലെ നല്ല പിങ്ക് കളറിൽ കിട്ടും. ഇത് അധികം പഴുത്തിട്ടില്ല. നമ്മുടെ ആ കണ്ടൻസ്ഡ് മിൽക്കിലേക്ക് നമ്മൾ നമ്മുടെ സ്ട്രോബെറി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ പേരക്ക കുട്ടനെ ആഡ് ചെയ്ത് കൊടുത്തു. വാവ്, നമുക്ക് ചിന്തി. സോഡ ഇതിന് നല്ലതായിരിക്കും അമ്മേ. അച്ഛൻ ചമ്മിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ പേരക്കയും സ്ട്രോബെറിയും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അമ്മ ഇതിനകത്തേക്ക് ഇട്ടിരിക്കുകയാണ്. എനിക്ക് നല്ല രസം തോന്നുന്നുണ്ട്. അച്ഛൻ വന്നിട്ട് മുളകും കൂടി ഇടാൻ ഗൈസ്. എന്ത് പറയാന്, ഞങ്ങളൊന്നും പറയാറില്ല. ഇനി ഈ 3 ഇൻഗ്രീഡിയൻസ് നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ചു കൊടുക്കുക. ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു കാണിക്കും. നമ്മുടെ സ്ട്രോബെറിക്ക് കളറ് കുറവാട്ടോ, അതുകൊണ്ടല്ല നല്ല റോസ് കളറിലിരിക്കും. ഒരു നാളെ ലുലുവിൽ പോയപ്പോൾ മേടിച്ചപ്പോൾ നല്ല അത് കിട്ടിയായിരുന്നു. ഇത് അത്ര അതിനകത്ത് പഴുത്തതുള്ളത് നോക്കി ഞാൻ എടുത്തതാണ്. ഇനി പണിയൊന്നുമില്ല. ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുക, കുടിക്കുക. തണുത്ത വെള്ളം. ഞങ്ങളിതിവിടെ നല്ല തണുത്ത വെള്ളം. ഇവിടെ എല്ലാവർക്കും ജലദോഷവും പനിയൊക്കെ ആയതുകൊണ്ട് നമ്മൾ ആ തണുത്ത വെള്ളം ചെറുതായിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ബ്ലെൻഡായി ഇതെല്ലാം തമ്മിൽ നല്ല യോജിച്ച്. അപ്പോൾ പാലു നമ്മുടെ ഇത് കഴിഞ്ഞത് കൊണ്ട് പാല് ഹാപ്പി ആയിട്ട് കൈ അടിച്ചുകൊണ്ടിരിക്കുകയാണ്.
ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നിങ്ങൾക്ക് മനസ്സിലാവല്ലോ. ഒരു ബൗളോ ഗ്ലാസോ വലിയ ചില്ലിന്റെ ബൗൾ എന്ത് വേണമെങ്കിലും ഇതിപ്പോ നമ്മൾ നിങ്ങൾക്ക് വിസിബിൾ ആവാൻ വേണ്ടി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ നമ്മൾ വെച്ചേ ഉള്ളൂ. ഇതിനകത്ത് എന്തൊക്കെയാണ് മനസ്സിലായല്ലോ. ഫസ്റ്റ് ലെമൺ, അതായത് നാരങ്ങ നീര് നമ്മൾ ഒഴിച്ചു. സെക്കൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് നമ്മൾ നന്നായിട്ട് ഒഴിച്ചു. പിന്നെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. കണ്ടൻസ്ഡ് മിൽക്കും നാരങ്ങയും നന്നായിട്ട്. ഈ സംഭവം എല്ലാവരുടെയും വീടുകളിൽ ഉണ്ടാവുമല്ലോ. ഇത് എല്ലാവരുടെയും വീട്ടിൽ ഇത് ഉണ്ടാവുമല്ലോ. എന്റെ വീട്ടിലുണ്ട്. തെറിച്ചു പോയി കഴിഞ്ഞു നമ്മുടെ ഇത് കിട്ടും എനിക്ക് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇത് അച്ഛന്റെ വീട്ടിലുണ്ട്. ഇത് അച്ഛന്റെ വീടല്ലേ അപ്പൊ ഇത്? അങ്ങനെ ഒരു പൊതുവെ പറഞ്ഞുള്ളൂ. പറയണ്ടോ ഇനി. അപ്പൊ ഈ സാധനം എല്ലാവരുടെയും വീട്ടിലുണ്ടാവില്ല. അപ്പൊ കണ്ടൻസ് മിൽക്കും ലെമണും നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അതിനകത്തേക്ക് സ്ട്രോബെറിയും നമ്മുടെ എല്ലാം കുഞ്ഞായിട്ട് അരിയണം കേട്ടോ. കാരണം നമുക്ക് കുറച്ച് കടിക്കാൻ കിട്ടണം. അതാണ് വലുതായിട്ട് കഴിയുമ്പോൾ നമുക്കൊരു അസ്വസ്ഥത തോന്നും. ഇത് നമ്മൾ കുഞ്ഞായിട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചവച്ച് ഇതാക്കാൻ പറ്റും. പേരക്ക ഒന്നും കൂടെ പഴുത്തായിരുന്നു നല്ലായിരുന്നു. ഇത് അധികം പഴുത്തിട്ടില്ല കേട്ടോ നമ്മുടെ പേരക്ക. ഇത് നല്ല ഞങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കാനിരുന്നത്. പിന്നെ പെട്ടെന്ന് നമുക്ക് തണുത്ത എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നത്. നല്ല തണുത്ത വെള്ളം, ഒരുപാട് തണുപ്പില്ല ഇവിടെ. എല്ലാവർക്കും പനിയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരുപാട് തണുപ്പില്ലാത്ത വെള്ളം, ഐസ് ക്യൂബ് ഒക്കെ ഇടുന്നവർക്ക് ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അമ്മ എനിക്കൊരു ആഗ്രഹം, ഈ സാധനം ഇത് മാത്രമായിട്ട് ടേസ്റ്റ് ചെയ്യാൻ തരുമോ? അങ്ങനെയല്ല, സ്പൂണിൽ സൂപ്പർ. ശരി ആവട്ടെ, സൂപ്പർ. എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോ അമ്മ എനിക്ക് കുറച്ച് തരുവാണ്. മതി 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 മതി. ബാബയുടെ പാത്രം. അയ്യോ, ബാബയുടെ പാത്രം. ന്യൂ ഇയറിന് ബ്രഹ്മകുമാരീസിലെ സിസ്റ്റർ നമുക്ക് തന്ന പാത്രമാണ് അമ്മയ്ക്ക്. അപ്പൊ നമ്മൾ ഇതൊന്ന് ഞാൻ കഴിച്ച് കാണിച്ചു തരാം. അത് കണ്ടില്ലേ? നമുക്ക് കഴിച്ചു നോക്കട്ടെ. വൈക്കത്തെ ശിശുരല്ലേ, ശിശുരത്തില് മറ്റേ ഫ്രൂട്ട് സലാഡിന്റെ ടേസ്റ്റ് നോക്കിയാ കഴിച്ചു നോക്കാം. ഇങ്ങനെയും കഴിക്കാട്ടോ. ഇന്നത്തെ നമ്മള് ഏത്തപ്പഴോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇട്ട് അതിന്റെ സ്പെല്ലിങ് മാറിപ്പോയതാ. നിങ്ങള് വാന്നല്ലേ പറഞ്ഞ, ഞാൻ എന്ന് പറഞ്ഞു പോയി. അപ്പൊ നമ്മുടെ ആ സംഭവത്തിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാം. ഒഴിച്ചോ. വാ, ഞാനിപ്പോ വരാൻ കാണിക്കാട്ടോ അച്ഛനെ. അയ്യോ, ഇത് അടിപൊളിയാവും കേട്ടോ ഈ സാധനം. നമ്മുടെ സ്ട്രോബെറിക്ക് കളറ് കുറവായിട്ടാണ് നിങ്ങൾക്ക് വൈറ്റ് ആയിട്ട് ഇത് ഫീൽ ചെയ്യുന്നത്. ഇത് ശരിക്കും നല്ല പഴുത്ത സ്ട്രോബെറിയാണ്. നമ്മൾ റോസ് വാട്ടർ എന്താ പറയുക, റോസ് കളറിലേക്ക്, റോസ് മിൽക്ക് ഒക്കെ പോലെ, റോസ് വാട്ടർ റോസ് മിൽക്ക് പോലെയൊക്കെ ഇരിക്കൂട്ടോ. അപ്പൊ ഇപ്പൊ നമുക്ക് നോക്കാം മധുരമൊക്കെ പാകാനുള്ളത്. എല്ലാം പഞ്ചസാര ഇടണ്ടേ മീനകത്ത്? വേണ്ട, കണ്ടൻസ് മിൽക്കിന്റെ മധുരം ഉണ്ടല്ലോ. ഇത് നമ്മൾ കറക്റ്റ് ഉണ്ടല്ലോ. പഴുത്ത പേരക്കയിൽ ഇച്ചിരി പച്ച പേരക്കയാണിത്. പക്ഷെ ഈ പേരക്ക ഇട്ടിട്ട് പോലും ആ സ്ട്രോബെറിയുടെയും പേരക്കയുടെയും ഒക്കെ നല്ല ടേസ്റ്റ്. ഒരു ആര് പറഞ്ഞ 100% ശരിയാണ്. നമ്മൾ ശരിക്കും ഒരു ഫ്രൂട്ട് സലാഡിന്റെ കഴിക്കും. അതായത് എല്ലാ ഫ്രൂട്ട് സലാഡ് നോർമലി പച്ചക്കറി വെറുതെ അരിഞ്ഞിട്ടിട്ട് മേളിൽ സ്കൂപ്പ് വയ്ക്കല്ലേ. ചില കടകളിൽ യെല്ലോ കളറിൽ ചാറ് പോലെ അതിനകത്തൊന്ന് മിക്സ് ചെയ്തിട്ട് തരില്ല. വലിയ വലിയ ഹോട്ടലുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ തരും യെല്ലോ കളറില്. നമ്മള് ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം ഏത് ഹോട്ടലാണ് പണ്ടിട്ടാ ഞങ്ങള് പോയപ്പോ അവിടെ ഈ പൈനാപ്പിളിനകത്താ ഫ്രൂട്ട് സലാഡ് തന്നെ. പൈനാപ്പിൾ മുറിച്ചിട്ട് അതിനുള്ളിൽ ആ പൾപ്പ് എടുത്ത് മാറ്റിയിട്ട് അതിനുള്ളിൽ വെക്കുമ്പോൾ അവരാ ചേർക്കുന്ന ഫ്രൂട്ട്സിലും ഇതുപോലൊരു ഡ്രസ്സിങ് പോലെ ചെയ്തിട്ട് തരും. എന്നിട്ടാണ് അവർ ഐസ്ക്രീം ഒക്കെ അതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു
ടേസ്റ്റ് ഉണ്ട്. ഇത് ഒരു നല്ല രുചിയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ഈ ഇത് കണ്ടുവച്ചപ്പോൾ ഞാൻ ആര്യക്ക് ചെയ്ത് കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവർക്ക് പനിയായിട്ടാണ് വന്നത്, കാരണം ഉണ്ടാക്കിയില്ല. ഇപ്പം ഇതൊന്നും കൂടെ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ തണുപ്പിച്ചിട്ട് 2 ഐസ് ക്യൂബ് ഒക്കെ ഇട്ടിട്ട് ചെയ്താൽ ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്കിവിടെ അപ്പൊ അമ്മ ചമ്മിപ്പോയി. കുഴപ്പമില്ല. സെർവ് ചെയ്യണം. ഓക്കെ ഓക്കെ, ക്യാമറ വരുന്നത് സന്തോഷം. ഓക്കെ, ഇതിലേക്ക് പകർത്തി എടുക്കുക. ഇതിപ്പോൾ ഇതിൽ വഴി ഒഴിക്കാം, പിന്നെ പുറത്തൊക്കെ വീഴുമ്പോൾ ഭയങ്കര പാടല്ലേ. പിന്നെ നന്നായിട്ട് ഇളക്കിയാലേ നല്ല പൾപ്പൊക്കെ കിട്ടുന്നുണ്ട് അതിൻ്റെ. അവിടെ അച്ഛനും മോളും ഭയങ്കര കളിയാണേ, അത് നിങ്ങൾ കണ്ടില്ലേ വീഡിയോ. വാവ്, നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കഴിക്കാം കേട്ടോ. നല്ല തണുപ്പ് ഇഷ്ടപ്പെടുന്നവർക്ക്. ശരിക്കും വേനൽക്കാലത്തുള്ളത് തണുപ്പിലല്ലേ കഴിക്കേണ്ടത്. നമ്മളെന്താ മണ്ടത്തര പറഞ്ഞത്. അച്ഛൻ ഇനി ഓടണ്ട, അച്ഛൻ കഷ്ടപ്പെടണ്ട. ഇതൊക്കെ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മളിത് ഉണ്ടാക്കി വെച്ചിട്ട് നല്ല തണുപ്പിച്ച് അവരൊക്കെ വരുമ്പോൾ. ഇന്ന് ഇളാണ്ടി വന്നപ്പോൾ കൊണ്ടായി കൊടുക്കായിരുന്നല്ലേ നമ്മള്. അവൾ ഇന്നലെ രാത്രിയിലാണ് വിളിച്ചു പറഞ്ഞ വരൂ എന്നൊക്കെ. അതുകൊണ്ട് നമുക്ക് ഒന്നും, പിന്നെ അവളുടെ ഒരു ഇതാണ്, അവർ നോൺ വെജ് ഒന്നും കഴിക്കില്ല. അപ്പോൾ അതുകൊണ്ട് സദ്യ പോലെയായിരുന്നു പായസോ. ഞാൻ ഫോട്ടോ കൊടുക്കാം ഇവിടെ. നമ്മളിന്ന് സദ്യയൊക്കെ ഉണ്ടായി കഴിച്ച്. എനിക്ക് വയ്യ നോക്കച്ചാ. ചെയ്യുന്ന ഒരു രസത്തിന് അമ്മ ഇവിടെ ഗാർണിഷ് ചെയ്യാണല്ലേ. വാവ്, ശുണ്ടരി ആക്കുവാണ് അമ്മ. അച്ഛൻ നോക്കച്ചാ. പൊന്നെ വിളിക്കണ്ടായിരുന്നു അച്ഛനെന്ന്. പൊക്കി കാണിക്കാമോ, പൊക്കി പിടിച്ച് കാണിക്കാമോ. വാ അമ്മ, എന്താണ് അപ്പൊ നമ്മുടെ ഈ ഡിഷിന്റെ പേര് അമ്മയ്ക്ക് ഇടാൻ തോന്നുന്നത്? സ്ട്രോബെറി ഗുവ സംതിങ് ജ്യൂസ്. ഓ, അതിപ്പോ മേത്തേക്കാക്കുവേ, മേത്തേക്കാക്കും. അമ്മ അത് അവളുടെ മേത്തേക്ക് വീഴും. ഒരു സ്പൂണ് കൊടുക്കാം. താങ്ക് യു. ഐ ലവ് യു ടു. അടിപൊളി മോനെ, സൂപ്പർ സാധനം. ഡ്രിങ്ക് റെഡി. ഒരു ചിയേഴ്സ്. അല്ല, ചിയേഴ്സ് പറഞ്ഞ ചിയേഴ്സ്. സ്ട്രോബെറി എന്ത് ചെയ്യും? ആ സ്ട്രോബെറി എന്ത് ചെയ്യും? അതല്ല, തുമ്പത്തുകൊണ്ട് വെച്ചേക്കണോ? അപ്പൊ അതിന്റെ മൂക്കിന് മുട്ടും അത്. അച്ഛാ അഭിപ്രായം പറ, അഭിപ്രായം പറ അച്ഛാ. കുടിച്ചോണ്ടിരിക്കാതെ. ആവശ്യമില്ലായിരുന്നു. അഭിപ്രായം പറ. എന്നാലൊരു ചൂടത്ത് കഴിക്കാൻ അടിപൊളിയാണ്. എന്നാലും ഷുഗർ, നിനക്ക് നല്ല ഷുഗർ ഉണ്ട്. അവിടെ വെക്ക്. ഓക്കെ, അമ്മ ഒന്ന് കുടിച്ചിട്ട് പറയൂ. അമ്മയ്ക്ക് ഷുഗർ ഒന്നുമില്ല. ആ സ്ട്രോബെറി മൂക്കിന് മുട്ടണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, സത്യം. ഞാനത് ഉണ്ടാക്കുമ്പോ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പക്ഷെ ഒറ്റ മിസ്റ്റേക്ക് മാത്രമേ, നമ്മുടെ ഇത് വൈറ്റ് കളർ പോലെ ഇരിക്കണം. ഇത് ശരിക്കും മറ്റേ സ്ട്രോബെറി നല്ല പഴുത്തതായിരുന്നെങ്കിൽ നല്ല ഫ്രൂട്ട്സിന്റെ ഫ്ലേവർ ഉണ്ടോ ഡ്രിങ്കിന്? റോസ് കളറിൽ തന്നെ ഇരുന്നാണ്. ഇതിപ്പോ നമ്മുടെ ഇത് അത്ര പഴുത്തതാ. ശരിക്കും പേരക്കയുടെ നല്ല ടേസ്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ നല്ല സ്ട്രോബെറി ടേസ്റ്റ് ഉണ്ട്. കണ്ടൻസ് മിൽക്കിന്റെ ഒരു അത് നമ്മൾ കണ്ടൻസ് മിൽക്ക് ചേർത്തേ നമുക്ക് മനസ്സിലാകണില്ല. നല്ലൊരു
നമ്മള് പാല് ഉണ്ടാക്കിയ പോലെയാണ് നമുക്ക് തോന്നുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങളെല്ലാം ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഈ കടയിൽ പോയി ഷെയ്ക്കും ഇതൊക്കെ മേടിച്ചു കൊടുക്കണേക്കാളും നല്ലത് നമുക്ക് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കൈ കൊണ്ട് സ്നേഹത്തോടെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതൊരു ഇതല്ലേ. ഐസ്ക്രീമൊക്കെ ഫ്രിഡ്ജിലൊക്കെ എത്ര ദിവസം ഇരിക്കണമെന്നൊന്നും നമുക്കറിയില്ല. ഇതൊക്കെ ആകുമ്പോൾ പിള്ളേർക്ക് നമുക്ക് 4 മണിക്ക് സ്കൂളിൽ വിട്ട് കുറച്ചുകൂടെ ഐസ് ക്യൂബ് ഒക്കെ ഇട്ട് കഴിച്ചാൽ കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവും. ഐസൊന്നും ഇടുന്നില്ല, ഇത് ഇട്ട് തന്നെ തണുത്ത വെള്ളത്തിലാകുമ്പോഴത്തേക്ക് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ പിള്ളേർക്ക് ഒത്തിരി തണവും ഒക്കെ വരുമ്പോൾ അതിപ്പോ പണ്ട് കാലത്തൊക്കെ പനി എന്നൊക്കെ പറഞ്ഞാൽ ഒരു അസുഖമേ ഇല്ല. എന്തെങ്കിലും ഫോറിൻ ബോഡി കയറിയിട്ടാണ് അതുകൊണ്ട് പനി വന്നതെന്നൊക്കെ പറയും. പക്ഷെ ഇന്നത്തെ പനിയാണ് മിക്കവാറും ഭരണ കാരണത്തിലേക്കൊക്കെ പലതരം പനികൾ വന്ന് ആളുകളൊക്കെ ഇപ്പൊ നമുക്ക് തന്നെ ഈ വർഷം ഭയങ്കര നഷ്ടങ്ങളാണ് ഉണ്ടായേക്കുന്നത്. ഒത്തിരി പേര് നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അയ്യോ, അത് പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ബ്രദർ തുടങ്ങി, പിന്നെ ഹസ്ബൻഡിന്റെ ബ്രദറല്ല, ആദ്യം പോയത് നമ്മുടെ മാമൻ. എന്റെ ബ്രദർ, എന്റെ ചേട്ടൻ പോയി. അത് കഴിഞ്ഞപ്പോഴത്തെ ആള് ഹസ്ബൻഡിന്റെ പെങ്ങളുടെ ഹസ്ബൻഡ് പോയി. അത് കഴിഞ്ഞ് അവരുടെ കസിനായിട്ടുള്ള അവരുടെ അമ്മായി മരിച്ചു പോയി. ഇന്നലെ ആണെങ്കിൽ ചേട്ടന്റെ ഒരു കസിൻ ആപ്പിൾക്കുട്ടി പെട്ടെന്ന് മരിക്കായിരുന്നു. അവളെ നിങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാമായിരിക്കും, യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ആളാണ്. അവളും പെട്ടെന്ന് മരണത്തിലേക്ക് പോയി. നമ്മളെ സംബന്ധിച്ച് 2023 ഭയങ്കര ഒരു നഷ്ടം ഒരു വർഷമാണ്. ഭയങ്കര വിഷമങ്ങളുണ്ടായി. അത് പ്രതീക്ഷിക്കാത്ത ആൾക്കാർ. ഇന്നലെ വരെ ആ കുട്ടി ഫേസ്ബുക്കിലൊക്കെ നല്ല ആക്റ്റീവ് ആയിരുന്നു. എന്നെക്കാളൊക്കെ എന്റെയൊക്കെ ഏകദേശം പ്രായം തന്നെയാണ്. നല്ല ആക്റ്റീവായിട്ട് നിന്നതാണ്. ഇന്നലെ പെട്ടെന്ന് തലവേദന വന്നു, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ വെച്ചിട്ട് പെട്ടെന്ന് മരണത്തിലേക്ക് പോകുമായിരുന്നു. നമ്മൾ കടയിൽ അമ്പലത്തിൽ നിൽക്കുമ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പൊ അതായത് നമ്മളെ സംബന്ധിച്ചൊക്കെ അതൊക്കെ വലിയൊരു ഷോക്കാണ് ഈ വർഷം. പറഞ്ഞു വരുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഹെൽത്ത് ശ്രദ്ധിക്കുക, കോൺഷ്യസ് ആവുക. നമ്മൾ വെച്ചോണ്ടിരിക്കും. പിന്നെ നമ്മൾ പറയാതെ മുമ്പിൽ നമ്മുടെ ജോലിയിലെ പയ്യൻ നമ്മുടെ കൂടെ 14 വർഷമായിട്ടുള്ളതാണ് ശ്യാം എന്ന് പറഞ്ഞാൽ. അവന് പെട്ടെന്ന് പനി വന്നു. അവൻ എലിപ്പനിയാണെന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് മരണത്തിലേക്ക് പോയി. ഞങ്ങളുടെ കൂടെ 14 വർഷമായിട്ട് ഞങ്ങളുടെ ലൈഫിന്റെ ജേർണിയിലുള്ള ഒരു പയ്യനായിരുന്നു. അവൻ പോയത് നമ്മളെ സംബന്ധിച്ച് അവൻ വർക്കിനില്ല എന്നുള്ള നഷ്ടമല്ല, നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെയായിരുന്നു അവനാണത്. അവനൊരിക്കലും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അവന്റെ മരണം നൂലുകെട്ട് വീട്ടിലൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. നമ്മളോട് പറയുമായിരുന്നു, ചേട്ടനോട് എപ്പോഴും പറയും, എന്റെ മരണം വരെ ചേട്ടന്റെ ഒപ്പം ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ശരിയാണ്. അവന്റെ ലാസ്റ്റ് നിമിഷം വരെ നമ്മുടെ കൂടെ തന്നെ അവൻ ഉണ്ടായിരുന്നു. 12 വർഷമൊക്കെ നമ്മുടെ ജേർണിയിൽ, അല്ലെങ്കിൽ 14 വർഷം നമ്മളോടൊപ്പം ഉള്ള ഒരാൾ പെട്ടെന്ന് പോകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും ഇനി ആര് വന്നാലും ഒന്നും നികത്താൻ പറ്റില്ല. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് 2023 ഞാൻ ശ്യാമിന്റെ കാര്യം പറയണ്ടെന്ന് വെച്ചായതുകൊണ്ടാണ് ആദ്യം പറയാഞ്ഞത്. ഞങ്ങളുടെ ഒരു കുടുംബത്തിലെ ഒരാൾ തന്നെയായിരുന്നു അവൻ. അവൻ്റെ ഒരു വിയോഗം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളിപ്പോഴും അതിൻ്റെ ഒരു ഇത് മാറിയിട്ടില്ല. അവരുടെ അമ്മയ്ക്കും ആ ഫാമിലിക്കും ഒക്കെ ഇത് റിക്കവർ ചെയ്ത് ശക്തി കൊടുക്കട്ടെ, തിരിച്ചു വരാൻ ഭഗവാൻ ശക്തി കൊടുത്തവരുടെ അമ്മയൊക്കെ വീണ്ടും ജീവിതത്തിലേക്കൊക്കെ തിരിച്ചു വരട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം. നാളെയാണ് സഞ്ജയൻ അല്ലേ? നാളെ അതിന്റെ ചടങ്ങ് തീരുകയാണ്. ഒരു ചടങ്ങും ഇല്ല. അവന്റെ അവനാണ് ഏറ്റവും ഇളയത്. അപ്പൊ അതുകൊണ്ട് 30 വയസ്സേ ഉള്ളൂ. ഞങ്ങളുടെ കൂടെ 16-17 വയസ്സ് വന്നാണ്. അപ്പം ആ ഒരു വലിയ ഇത് എന്ന് പറഞ്ഞാൽ ചേട്ടനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ചേട്ടനെ സ്വന്തം ഒരു എന്താ പറയുക, ഒരു സ്വന്തം ആളുകൾ നോക്കുന്ന പോലെ അല്ല അവൻ ചേട്ടനെ നോക്കിയേക്കേണ്ടത്. അത്ര ചേട്ടൻ എന്ന് പറഞ്ഞാൽ അവന് പ്രാണനായിരുന്നു. എന്താണ് നമ്മളെ സംബന്ധിച്ച് അല്ല അച്ഛൻ പറയൂ. അച്ഛനെ സംബന്ധിച്ച് നമ്മളൊക്കെ ഇങ്ങനെ വാഗോണ്ട് പറയെങ്കിലും ശരിക്കും അത് ഫീൽ ചെയ്യുന്ന അച്ഛനായിരിക്കും അല്ലേ? ഞാൻ എപ്പോ വീഡിയോ കോൾ ചെയ്താലും അച്ഛൻ അതൊരു പണിക്കാരനല്ലേ, ശരിക്കും ഒരു അനിയനെ പോലെ. അച്ഛനെന്താ വിളിച്ചോണ്ട് ആശാനേന്ന് ആശാനേന്ന് വിളിച്ചിട്ട് എപ്പോഴും നമ്മുടെ അച്ഛന്റെ കൂടെയാണ്. എല്ലാം തന്നെ ചെയ്തോളൂ. നല്ല പയ്യൻ. അവന്റെ ലൈഫ് തുടങ്ങണ അവന്റെ ഒരു 16 വയസ്സ് 17 വയസ്സ് നിൽക്കുമ്പോ അവൻ നമ്മുടെ കൂടെ വരുമ്പോ ചെറുതാണ്. ചെറിയൊരു പയ്യൻ. അന്നത്തെ അവന്റെ ആ സമയത്തെ ഫോട്ടോ ഇപ്പോഴത്തെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഞാൻ അവർക്ക് ചെറിയ ഒരു കൊച്ച് നമ്മുടെ ജീവിതത്തിൽ വന്ന് അവൻ നമ്മുടെ കൂടെ ഇത്രയും വർഷം നടന്ന് ഇങ്ങനെ അവൻ പെട്ടെന്ന് ഒരു ദിവസം നമ്മളോട് യാത്ര വേണം. തന്നെ പോണതിന് മുമ്പ് പറയായിരുന്നു, ഞാൻ എന്റെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അത് അക്ഷരാർത്ഥത്തിൽ അവന്റെ ചേട്ടന് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ലൈഫിൽ നമ്മളെ സ്നേഹിച്ചവരൊക്കെ നമ്മളുടെ കൂടെ ഇത്രയും വർഷമൊക്കെ നമ്മൾ അതുപോലെയാണ് അവരെയൊക്കെ സ്നേഹിക്കുന്നത്. അങ്ങനെയുള്ള നഷ്ടങ്ങൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ലൈഫിന്റെ എന്തെങ്കിലും സമ്പാദ്യങ്ങൾ നമ്മൾ ഉണ്ടാക്കേണ്ട അതിനകത്ത് അവരുടെയും കൂടെ വലിയൊരു പങ്കുണ്ട്. അപ്പോൾ ആരെയാണേലും
ആര്യക്കും വലിയൊരു ഷോക്കായിരുന്നു മരണം. അവള് സ്വന്തം അച്ഛനെ ചേട്ടനെ വിളിച്ചാൽ കിട്ടിയില്ല, ഇവനെയാണ് വിളിക്കുന്നത്. വീഡിയോ നമുക്ക് എപ്പോഴും നമ്മുടെ ലൈഫിൽ 2023 സംബന്ധിച്ച് നമ്മുടെ ലൈഫിൽ വലിയ എൻ്റെ ചേട്ടൻ എൻ്റെ കോഞ്ഞണ്ണി തുടങ്ങിയതാണ്. അപ്പോൾ അത് ഇനി 2024 ഒരു സ്വസ്ഥമായ വർഷം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും എന്താ പറയുക, ഭഗവാൻ സഹിക്കാൻ പറ്റുന്ന കൊച്ചു കൊച്ചു ദുഃഖങ്ങളൊക്കെ തരാവുള്ളൂ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും ഞാൻ ടെസ്റ്റ് ചെയ്തില്ല. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും ഹോസ്പിറ്റലിൽ പോകണം. നമ്മളത് അല്ലാതെ സ്വയം ട്രീറ്റ്മെൻറ്റിലേക്കൊന്നും പോകരുത്. ശ്യാമാണേലും 5 ദിവസം പനിയായിട്ട് വീട്ടിലിരുന്ന് അവനൊട്ടും നടക്കാൻ പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരുന്നതാണ്. അവനെ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. 2 ദിവസം കൊണ്ട് എല്ലാം കഴിഞ്ഞവ യാത്ര പറഞ്ഞു പോയി. നമ്മളെ പറ്റിച്ചാൽ പോയി എന്ന് പറയും, ഞാൻ അങ്ങനെ പറയുള്ളൂ. നമ്മളെ ശരിക്കും പറ്റിച്ച് കളഞ്ഞു. അങ്ങനെ അതുകൊണ്ട് നിങ്ങൾ എന്ത് അസുഖങ്ങൾ വന്നാലും നമ്മൾ സ്വയം ചികിത്സ ചെയ്യാതെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക. നമുക്കൊരാൾ നഷ്ടപ്പെടുന്നത് നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും തോന്നില്ല, പക്ഷെ അവർ പോയി കഴിയുമ്പോഴാണ് നമുക്കതിൻ്റെ അവരെത്രത്തോളം നമുക്ക് പ്രിയപ്പെട്ടതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം നമ്മുടെയൊക്കെ ജീവനും അതിൻ്റെതായ വിലയുണ്ട്. ഭഗവാൻ വിളിക്കേണ്ട സമയം നമ്മൾ പോകണം. പക്ഷെ എല്ലാ ജീവനും വിലയുണ്ട്, പ്രായമുള്ളത് ഇല്ല. അല്ലാതെ 60 വയസ്സായതായാലും 80 വയസ്സായാലും അവർ പോയി കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രസൻസ് നികത്താൻ വേറൊരാൾക്ക് പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എല്ലാരോടും പറയാം, എന്താ ആരോഗ്യം നോക്കുക, ആരോഗ്യം ശ്രദ്ധിക്കുക, ഭക്ഷണം ശ്രദ്ധിക്കുക, ഭക്ഷണം നിയന്ത്രിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ആർക്കൂടെ വീട്ടിൽ ഒരു ദുഃഖങ്ങൾ ഉണ്ടാകാതിരിക്കട്ടെ. ആളുകളെ നഷ്ടപ്പെട്ടുള്ള ദുഃഖങ്ങൾ ബാക്കിയൊക്കെ നമുക്ക് നികത്താം, പക്ഷെ ഒരാൾ പോയ ആ സ്ഥാനത്ത് അവരെ നമുക്ക് കൊണ്ടുവരാൻ പറ്റൂല. പിന്നെ ഞാൻ മരണത്തെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ അവരൊന്ന് കാണണം, നമുക്കൊന്ന് തൊടണം എന്നൊന്നും പറഞ്ഞാൽ നമുക്കൊരിക്കലും അത് സാധിക്കില്ല. അത് തന്നെയാണ് മരണത്തിന്റെ ഏറ്റവും വലിയ റിയാലിറ്റി എന്ന് പറയുന്നത്. ബാക്കി നമുക്ക് ഇപ്പൊ അവരെ പോയാലും നമ്മൾ സമ്പാദിക്കും, ജീവിക്കും ഒക്കെ ചെയ്യും, പക്ഷെ നമ്മളൊന്ന് അവരെ ഒന്ന് കെട്ടിപ്പിടിക്കണം, അല്ലെങ്കിൽ അവരൊന്ന് തൊടണം എന്നൊക്കെ ആഗ്രഹിച്ചാൽ നമുക്ക് ലൈഫിൽ പിന്നെ ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ട് ഈ ഒരു ചെറിയ പനി വന്നാൽ പോലും, ജലദോഷം വന്നാലും, കുഞ്ഞുങ്ങൾക്കായാലും വലിയവർക്കായാലും ഒക്കെ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. അതിൻ്റെ കറക്റ്റ് ഡോക്ടർ പറയുന്ന രീതിയിൽ നിങ്ങൾ ചികിത്സിക്കുക. എന്താ ഡോക്ടർ പറഞ്ഞത് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകണം. അല്ലാതെ ആരുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും ഉണ്ടാകരുതെന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ശ്യാമിനും ഞങ്ങളെ വിട്ടുപോയ എല്ലാവർക്കും നല്ലൊരു ബർത്ത് കിട്ടട്ടെ, അവരൊരു നല്ലൊരു പീസ്ഫുള്ളായിട്ടുള്ള ലൈഫ് ഇനി അവർക്ക് ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. 2024 എല്ലാ നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് ഞാനും എൻ്റെ കുടുംബവും നിങ്ങളോട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ തരുന്ന എല്ലാ സ്നേഹത്തിനും എന്താ പറയുക, എല്ലാത്തിനും ഒരുപാട് ഒരുപാട് നന്ദി നന്ദി നന്ദി. നന്ദിക്ക് മുമ്പ് ആരും ടേസ്റ്റ് ചെയ്തില്ല, അതാരും എന്നോട് ചോദിച്ചില്ല. വളരെ മതി, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ഈ സ്ട്രോബെറി അമ്മ കഷ്ടപ്പെട്ട് അവിടെ വെച്ചത് ഞാനിവിടെ കുടിച്ചോട്ടെ. എന്താ കിട്ടുന്നുണ്ടല്ലോ? എന്താ ചിരിക്കുന്നത്? നീ എന്ത് ചിരിക്കുന്ന? നീ എന്ത് നല്ലാന്ന് പറയണ്ട, നേരത്തെ പറഞ്ഞതാ. സ്ട്രോബെറിക്ക് പുളിയുണ്ട്, മറ്റേ നാരങ്ങയുടെ ചെറിയ പുളിയാണ്. നാരങ്ങയുടെ പുളിയും സ്ട്രോബെറിയുടെ ചെറിയ പുളിയുണ്ട്, കാരണം കുറച്ച് പച്ചയാണ് സ്ട്രോബെറി. അപ്പൊ ഇതിനകത്ത് ഇട്ടത് ഇച്ചിരി പഴുത്തായിരുന്നു, ഇതിനുള്ളതല്ല, ഞാൻ പഴുത്ത നോക്കി എടുത്തത്. പിന്നെ നാരങ്ങയുടെ പുളി തന്നെയായിരിക്കും. ബിമാർട്ടിലൊക്കെ ഉള്ളതാ. ഇവിടെ ഇന്ന് വിരുന്നുകാരൊക്കെ എല്ലാവരും പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബിമാർട്ടിൽ ഇവരെ അച്ഛനും മോളും കൂടെ പോയി വാങ്ങിട്ട് വന്നു. എന്റെ കൊച്ചിന് ഞാൻ ഇച്ചിരി കൊടുക്കട്ടെ. വേണ്ട, പാലിന് വേണ്ട, പാലിന് മധുരം കൊടുക്കാറില്ല, അവർക്ക് ജസ്റ്റ് ഒന്ന് വാങ്ങി ഇച്ചിരി കൊടുക്കാൻ വേണ്ടിട്ട്. നമ്മുടെ സ്കൂളിൽ പാലുവിന്റെ സ്കൂളിൽ നമുക്ക് പാലും കുറച്ചു എത്രയും നേരം നമുക്ക് വേണ്ടി സ്പൂൺ കൊടുക്കാൻ പറ്റില്ല. കൊച്ചിന് മധുരം ഞാൻ കൊടുക്കാറില്ല. പാച്ചക്കുട്ടാ അത്രയൊന്നും വേണ്ട, അവിടെ ഉള്ളു മതി, ഇതൊന്നും വേണ്ട, അത്രയും വേണ്ട. മതി മതി മതി. ഞാൻ പാല് ഭക്ഷണം നോക്കട്ടെ. എന്റെ നല്ലതാണോ പാല്? ഇഷ്ടായി? ഇഷ്ടായോ? ലാസ്റ്റ് ഇഷ്ടായി പാല്? ഇഷ്ടായി? ഇല്ല. ക്ലാപ്പ് ചെയ്ത് ഇഷ്ടായോ? ഇഷ്ടായോ? ഇഷ്ടപ്പെട്ടാ? കൈയടിക്ക്. ഇഷ്ടപ്പെട്ട പാലുവിനെ? ഇഷ്ടപ്പെട്ട കൈയടി. ഇഷ്ടായി 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 ഇഷ്ടായി. സൂപ്പറാ? സൂപ്പറാണോ? വേണ്ട വേണ്ട, ഇനി വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, അപ്പോ വരും. മധുരം കൊടുക്കാറില്ല. ഞാനിപ്പോഴാണ് ചിന്തിച്ചത്, കണ്ടൻസ് മിൽക്കും ലെമണും ഉണ്ട്, അത് രണ്ടും ഇങ്ങനെയുള്ള സാധനം അങ്ങനെയൊന്നും കൊടുക്കാറില്ല, അപ്പൊ അതുകൊണ്ടാണ് കൊടുക്കണ്ടെന്ന് പറഞ്ഞിട്ട്.
ഓക്കെ, അപ്പോ ഇതാണ് ഞാൻ പറഞ്ഞ സംഭവം, നമ്മൾ പറഞ്ഞ സംഭവം ഇത്രേ ഉള്ളൂ. ഇത് ഞങ്ങൾ കുറച്ച് തണുത്ത വെള്ളത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് അമ്മ സോഡ ഇട്ട എങ്ങനെ ഉണ്ടാവും? സോഡ ഇട്ടാൽ ശരി, സോഡ അടിപൊളിയായിരിക്കും തോന്നുന്നു. ഇല്ല ഇല്ല, ആരെങ്കിലും ഒക്കെ ഒന്ന് സോഡയും കൂടെ ഇട്ടിട്ട് സോഡയിലാണ് കൊടുത്തിട്ടുണ്ട്. ഇവർക്ക് സോഡ കുടിക്കണം. ഞാൻ എപ്പോഴും വഴക്ക് പറയും, ഇവൾക്ക് സോഡ ഭയങ്കര ഇഷ്ടമാണ്, അതാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പുണ്യം തരാൻ പറ്റാത്തോണ്ടാട്ടോ. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. എല്ലാവർക്കും നല്ല തണുത്ത ഐസ് ഒക്കെ ഇട്ട് സോഡ ഇട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് എനിക്ക് ഫോട്ടോ കഴിച്ചാ. അതുമാത്രമല്ല, നിങ്ങൾ ഇത് എന്ത് പേരിടണം എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ഇടുക. നല്ല പഴുത്ത സ്ട്രോബെറി മേടിക്കുക, അപ്പൊ നല്ല ഒരു റോസ് കളർ, നമ്മുടെ റോസ് മിൽക്കിന്റെ കളറൊക്കെ ഉണ്ടാവും. ഇതിപ്പോ ഓഫ് വൈറ്റ് ആയി പോയില്ലേ, സാറില്ല, ദാറ്റ്സ് ഓക്കെ. അപ്പൊ നിങ്ങൾ പേരൊക്കെ ഇട്ട് കമന്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ വിചാരിക്കുന്നു. നമ്മള് വീഡിയോ തീരുന്നില്ല, നമ്മള് നേര് കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അതും കൂടെ നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. കുറെ നാൾക്ക് ശേഷം ഞാൻ അച്ഛനായിട്ടൊക്കെ ഒരു സിനിമയ്ക്ക് പോകുന്നത്, അപ്പൊ അതും കൂടെ ചുമ്മാ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അച്ഛൻ ബ്രേക്കിന് എനിക്ക് പോപ്കോൺ വാങ്ങിച്ചാലുള്ള ചാൻസും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അല്ലെങ്കിൽ വേണ്ടെന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും ഈ വീഡിയോ ഇവിടുത്തത് നമ്മളൊന്ന് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ അത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ന്യൂ ഇയറിന് അടിപൊളിയായിട്ട് വീട്ടിൽ പാർട്ടിയൊക്കെ വെക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഡ്രിങ്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വെറുതെ കുടിക്കുമല്ലോ, കടിക്കാനൊക്കെ കിട്ടുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വെള്ളമായിട്ട് കുടിച്ചു പോണേക്കാൾ നമുക്ക് ഇതിനിടയിൽ പേരക്കയുടെ ഒരു ഇത് സ്ട്രോബെറിയുടെ ഇത് നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സിൽ വേണം ചെയ്യാം. ഞാൻ കണ്ടൻസ് മിൽക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല നാരങ്ങയൊക്കെ വെച്ചത്, അതുകൊണ്ട് എനിക്ക് ഭയങ്കര വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു അമ്മ. നമ്മുടെ വാട്ടർമെലിനൊക്കെ എന്തോരം റെസിപ്പികൾ നമുക്ക് ചെയ്യാൻ പറ്റുമെന്ന് അറിയാമോ? ഇങ്ങനെയൊക്കെ അമ്മയ്ക്കൊരു പൊന്നുംകുടം. അതെ, താങ്ക് യു സോ മച്ച് അമ്മ. അമ്മയായിട്ട് ഇങ്ങനെ വെറൈറ്റീസ് കണ്ടുപിടിച്ച് ഞാൻ വരുമ്പോഴത്തേക്ക് അമ്മ എന്തെങ്കിലും കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ അങ്ങനെ കഷ്ടപ്പെടുന്ന ആളല്ല യൂട്യൂബിന് വേണ്ടി. എനിക്ക് എഡിറ്റിങ്ങിന്റെ പണി മാത്രമേ ഉള്ളൂ. അല്ല, അതല്ലേ, എനിക്ക് വെറൈറ്റി ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാവും. എന്നെ കണ്ടറിഞ്ഞൂടെ, അപ്പൊ അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഇങ്ങനെ ഇപ്പൊ നമ്മുടെ വീഡിയോക്ക് കോണ്ടന്റ് വേണമല്ലോ, കോണ്ടന്റും കാര്യങ്ങളും എല്ലാം അമ്മയാണ്. അച്ഛനും കൂടെ ഇരുന്നിട്ടൊക്കെ, അല്ലെ അമ്മ വീഡിയോ എന്ത് ഉണ്ടാക്കണം, അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന എന്താണ്, എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കുക്ക് ചെയ്ത് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ആ വീഡിയോക്കൊക്കെ അത്യാവശ്യം നമുക്ക് നല്ല റീച്ചും ഉണ്ട്. അപ്പൊ അമ്മ നല്ല വെറൈറ്റീസ് കണ്ടുപിടിച്ചോണ്ടിരിക്കും. അപ്പൊ എനിക്ക് മടിയാ, പക്ഷെ അമ്മ എനിക്ക് എഡിറ്റിങ്ങിന്റെ പണി മാത്രമല്ല, അമ്മയാണ് അതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നത്, വർക്ക് ചെയ്യുന്നതൊക്കെ. അപ്പൊ അച്ഛൻ എഴുന്നേക്കടി, വീഡിയോ എടുക്കണ്ടേ, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ എന്തായാലും എല്ലാവരുടെയും എഫേർട്ടാണ് നമ്മുടെ വീഡിയോ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് കീപ് സപ്പോർട്ടിങ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റെസിപ്പി. അപ്പൊ നമുക്ക് ഇനി തിയേറ്ററിൽ വെച്ച് കാണാം. ബൈ. അപ്പോൾ നമ്മൾ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആവാനായിട്ടൊന്നുമില്ല, ഞാൻ നേരത്തെ ഇട്ട ഡ്രസ്സ് തന്നെയാണ്. കുഴച്ച് ലിപ്സ്റ്റിക് ഒക്കെ ഇടുന്നു, കമ്മലിടുന്നു. അപ്പോൾ പോവാനായിട്ട് നമ്മൾ റെഡിയായി കഴിഞ്ഞു. നമുക്കിനി സമയമില്ല, കാരണം 8:47 നമ്മൾ സെയിം ഡ്രസ്സ് തന്നെ ഇട്ട്. അപ്പം അച്ഛാ, നമ്മൾ എവിടെ പോവാ? ഏത് സിനിമ? ഓക്കെ, നമ്മൾ നേര് കാണാൻ വേണ്ടി പോവാണ്. അത് എല്ലാവരും പറഞ്ഞത് നേരാണോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് അറിഞ്ഞിട്ട് വരാം. ഓക്കെ. മാളികപ്പുറം തന്നെ ഞാൻ നിർബന്ധിച്ച് വിട്ടത്. അതെ, നമുക്ക് പടത്തിന് പോലുള്ള മാനസികാവസ്ഥയിലൊന്നും അല്ല, പക്ഷെ നമ്മുടെ ജീവിതമാണ്, നമ്മള് അങ്ങോട്ട് ജീവിച്ച് തീർക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും പോയിട്ട് വരാം. അമ്മ പോയിട്ട് വരട്ടെ. ബൈ. ഏയ് ചുടുങ്ങാസ്, കുറച്ചാളോടെ കഴിഞ്ഞിട്ട് കൊണ്ടുപോകാം കേട്ടോ. ഇപ്പൊ നീ സിനിമ കാണത്തുമില്ല, മറ്റുള്ളൊരു സിനിമ കാണത്തുമില്ല, മനസ്സിലായോ? ടാറ്റാ. അതെ, 3 മണിക്കൂറൊക്കെ എങ്ങനെ ഇരുത്താനാ? ടാറ്റാ. ഒരു മരോ അമ്മ. ടാറ്റാ. ഓ, ഇനി ഒറ്റയ്ക്കാക്കിട്ട് പോകാൻ വിഷമമുണ്ട്. അമ്മ പോയിട്ടിട്ടെ. ഓക്കെ, അപ്പം അച്ഛൻ വണ്ടി എടുത്തു. നമ്മൾ വർത്താനം പറഞ്ഞ് നേരത്തെ പറഞ്ഞിട്ട് അവസാനം നമ്മൾ വൈകി. വേറെ ഒന്നുമല്ല, തൃപ്പൂണിത്തുറ തന്നെ 2 തിയേറ്റേഴ്സ് ഉണ്ട്. പുതിയകാവ് തിയേറ്ററും ഉണ്ട്, വേറെ തിയേറ്ററും ഉണ്ട്. അപ്പോൾ ഏത് തിയേറ്ററാണെന്ന് കണ്ടുപിടിക്കുകയും വേണം. നോക്കിയിട്ട് എനിക്കത് മനസ്സിലാവണമില്ല വണ്ടി, അതുകൊണ്ട് ഓക്കെ. അപ്പം ഞാനും അച്ഛനും ഒരുപാട് നാൾക്ക് ശേഷം, അച്ഛനെ കാണില്ലേ,
ഒരുപാട് നാൾക്ക് ശേഷം ഞങ്ങള് സിനിമയ്ക്ക് ഒരുമിച്ച് പോവാണ്. ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ മൂന്ന് പടങ്ങൾ ബാംഗ്ലൂർ ചെന്നിട്ട് തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. നമ്മുടെ പുഷ്പ, നമ്മുടെ ഗംഗൂബായ്, പിന്നെ കണ്ടത് ഇതാ കണ്ണൂർ സ്ക്വാഡ്. അപ്പൊ അതിനുശേഷം അച്ഛൻ്റെ ഒക്കെ കൂടെ സിനിമയ്ക്ക് പോയി കണ്ട കാലം മറന്നല്ലേ. മാളികപ്പുറമൊക്കെ ഞാൻ നമുക്ക് ഈ ഭക്തിയൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ആയതുകൊണ്ട് അച്ഛൻ ഇഷ്ടപ്പെടും നിർബന്ധിച്ച് പോയതല്ലേ അച്ഛൻ. പക്ഷെ അതിനുമ്പോ ശ്യാമേട്ടനൊക്കെ ആയിട്ട് 2-3 പടമൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ അച്ഛൻ, എന്തെങ്കിലുമൊക്കെ അല്ലേ. അവൻ സിനിമയ്ക്ക് വന്നത് തന്നെ കിടന്ന് ഉറങ്ങുവാൻ. അപ്പൊ പോയിട്ടുണ്ടായിരുന്നു. ശരത്തേട്ടൻ വരില്ല. രണ്ടുപേരും അതെ എഴുതി കാണിച്ചപ്പോ കിടന്ന് ഉറങ്ങും. അപ്പൊ തന്നെ ഞാൻ പിന്നെ അവിടെ ഇരുന്ന് കാണും. അപ്പൊ അങ്ങനെ അച്ഛൻ്റെ കൂടെ പോകാനൊരു ആഗ്രഹം. ഞാൻ കൊണ്ട് വന്നപ്പോഴേ പെട്ടെന്ന് അങ്ങ് ബുക്ക് ചെയ്തു. അപ്പൊ പിന്നെ നമുക്ക് പോയി ടിക്കറ്റ് എടുക്കേണ്ട പരിപാടിയൊന്നും ഇല്ലല്ലോ. നമുക്കെല്ലാം മൊബൈലിന്റെ കയ്യെത്തും ദൂരത്തുള്ളത് കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഞാൻ ബുക്ക് ചെയ്തു. അപ്പൊ നമുക്ക് അങ്ങ് പോവാന്ന് വിചാരിച്ചു. ചെന്നിട്ട് ഒരു മിനിറ്റ്, നമ്മുടെ വീടിന്റെ തൊട്ടടുത്താണ്. ഇപ്പൊ തൃപ്പൂണിത്തറ അമ്പലത്തിന്റെ തൊട്ടടുത്തേക്ക് വീട് താമസം മാറിയപ്പോ നമുക്ക് എല്ലാ സൗകര്യങ്ങളായല്ലേ. തൊട്ടടുത്ത് എല്ലാം അടുത്തടുത്ത്. ഞാൻ പറഞ്ഞില്ല, ബസ് ഇറങ്ങിയിട്ടൊക്കെ ഞാനിപ്പോ തൃപ്പൂണിത്തറ ബസ് ഇറങ്ങി നടന്നാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. നമ്മുടെ ദേവി ഹോസ്പിറ്റലിന്റെ അകത്തൂടെ വീട്ടിലേക്ക് എത്താൻ പറ്റും. അപ്പൊ എല്ലാം എളുപ്പമായി. അപ്പൊ ഞങ്ങൾ ഓൾമോസ്റ്റ് ഇപ്പൊ തിയേറ്ററിലേക്ക് ഇപ്പൊ തന്നെ എത്തും. അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. അപ്പൊ അതാ യെസ്, പിന്നെ തിയേറ്ററിനകത്ത് ചെയ്തിട്ട് കാണാം. എടാ വണ്ടി ലെഫ്റ്റിലേക്ക്, നമ്മൾ ലെഫ്റ്റിലേക്കാണ് പോകണ്ടേ. നമ്മൾ കുറേ ആയി ഇവിടെ വന്നിട്ടല്ലേ. അപ്പം നമ്മൾ നമ്മുടെ തിയേറ്ററിൽ എത്തിയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, സ്ക്രീൻ 1 സൂര്യയിലാണ് നമ്മൾ സിനിമ കാണാൻ പോകുന്നത്. ഇവിടെ ഇലക്ട്രിക് വെഹിക്കിൾ ചാർജിങ് സെന്റർ ഒക്കെ വന്നല്ലോ അച്ഛാ. സത്യം കുറേ നാളായി ഞാൻ നാട്ടിലൊരു തിയേറ്ററിൽ സിനിമ കാണാൻ പോയിട്ടച്ചാ. നിങ്ങൾ കുറച്ചു നേരം അച്ഛൻ്റെ ഡ്രൈവിംഗ് സ്കിൽസ് കാണും. പാർക്ക് ചെയ്ത് കഴിഞ്ഞാ എടുക്കാനായിട്ട് പാർക്ക് ചെയ്തല്ലേ ഇന്ന്, അലമ്പൊന്നും ഇല്ലാണ്ട് ഇവിടെ തിരിഞ്ഞ് വെളിച്ചത്തിലേക്ക്. സാധാരണ ഞാൻ അഭിനയിക്കുന്ന സിനിമ അടുത്ത് ഞാൻ കാണുള്ളൂ. അയ്യോ അമ്മ അങ്ങനല്ല. അമ്മയുടെ നിശ്ചയം എന്തായിരുന്നു അച്ഛൻ പറ. നീ സിനിമയിൽ വരണം, സ്ക്രീനിൽ കാണണം. ഞാൻ അഭിനയിച്ച സിനിമ തിയേറ്ററിൽ വന്ന് കാണുള്ളൂ എന്നൊരു വാശിയാണ്. ടച്ച് വുഡ് ഓഡീഷൻസ് ഒക്കെ വന്ന് അങ്ങനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ വരട്ടെ അല്ലേ. ബാബ അമ്മയുടെ ആഗ്രഹം. ഹായ് ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഉറക്കപ്പിച്ച് ഭക്ഷണം തപ്പി പോവാണ്. സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. ആ കട തുറന്നിട്ടില്ല. സിനിമ വലിയ ഗുണമൊന്നുമില്ല, ആരും കാണുമൊന്നും വേണ്ട. അവരെല്ലാരും കണ്ടിട്ടുണ്ടാവും, നമ്മളായിരിക്കും ചിലപ്പോൾ ലാസ്റ്റ് കാണുന്നത്. നമുക്ക് ആ ജിത്തു ജോസഫിന്റെ വാവ് എഫക്റ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല. കാരണം പ്രെഡിക്റ്റബിൾ ആയിട്ട് തോന്നി. അടച്ചു അത്. ഇനിയിപ്പോ എന്ത് വെച്ചാ റോഡ് വക്കില് വഴി വക്കില് എന്തെങ്കിലും ദോശ. നമ്മുടെ തൃപ്പൂണിത്തറ സ്റ്റാച്യൂന്റെ അവിടെ ഒരു ദോശക്കട ഉണ്ടാവാറില്ല വെച്ചാ, അതൊന്നും ഉണ്ടാവില്ലല്ലേ. ഗവൺമെന്റ് ഹോസ്പിറ്റൽ അതാണ് ഞാൻ ഇപ്പൊ ഉദ്ദേശിച്ചത്. ഈ കടയാണ് ഞാൻ ഉദ്ദേശിച്ചത്. പടം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ഭക്ഷണം കഴിക്കാൻ പോകുന്നത് അത് ഒരു ബേക്കറി ആണെന്ന് തോന്നുന്നു. വെള്ളം കുടിച്ചിട്ട് പോയാലോ, അതായിരിക്കും നല്ലത്. പക്ഷെ ആ ബേക്കറി തുറന്നിട്ടില്ല. അതൊക്കെ ഈ ന്യൂ ഇയർ ആയിട്ടുള്ള ഡെക്കറേഷൻസ് ആണ് ഇവിടെയൊക്കെ കണ്ടത്. എന്ത് ചോദിച്ചാ വീട്ടിൽ പോയി ഭക്ഷണം കഴിക്കാന്ന് വിചാരിക്കണ്ട. അമ്മ വെള്ളം ഒഴിച്ചു ചോറില്. ഒരു കാര്യം ചെയ്യാം, പോയി നോക്കാം. മാർക്കറ്റിൽ വല്ല പഴക്കൊലൊക്കെ തൂക്കിയിട്ടുണ്ടാവും. നമുക്ക് കഴിച്ചിട്ട് പോവാം. പടത്തിനെ പറ്റി പറച്ചാ. പടം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പ്രെഡിക്റ്റബിൾ ആയിരുന്നു അല്ലേ. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയല്ലോ. ഞങ്ങൾ കഥ പറഞ്ഞോണ്ടിരിക്കുക, ഇനി ഇങ്ങനെ ആയിരിക്കും വന്ന. പക്ഷെ ഞങ്ങൾ പറഞ്ഞതൊന്നും വന്നുമില്ല. അങ്ങനല്ല, ഐ മീൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യുമല്ലോ. മെമ്മറീസിന്റെ ക്ലൈമാക്സ് ഒക്കെ ഉണ്ടല്ലോ. ബോട്ടിലിന്റെ വലിയ റോളൊന്നുമില്ല. പെൺകൊച്ച് നന്നായിട്ടുണ്ട്. അനുശ്വര അല്ലേ, അടിപൊളിയായിട്ട്. അങ്ങനെ നമ്മള് പടം കഴിഞ്ഞ് ഇപ്പൊ ഫുഡ് കഴിക്കാൻ തപ്പിക്കൊണ്ടിരിക്കും. അത് അഡ്വക്കേറ്റ്സ് അല്ലേ. അഡ്വക്കേറ്റ്സ് ഒക്കെ അതൊക്കെ യൂസ് ചെയ്യുന്ന അച്ഛൻ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, അവരുടെ ഇംഗ്ലീഷൊക്കെ അങ്ങനെയാണ്. കുറച്ചൊക്കെ അവർക്കൊക്കെ തന്നെ മനസ്സിലാവത്തുള്ളൂ അതൊക്കെ. അതുകൊള്ളാം. അച്ഛൻ ഈ ഒരു വിഷമം ഉണ്ടായിട്ട് അച്ഛൻ്റെ അടുത്തിരുന്നിട്ട് അച്ഛൻ എന്താ എന്നോട് പറയാതിരുന്നത്. ഇംഗ്ലീഷ് അറിയുന്നവർക്ക് പോലും മനസ്സിലാവാത്ത ആക്ച്വലി പടം കണ്ടുപോയില്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. കണ്ടുപോയി.
പക്ഷെ കുഴപ്പമില്ല, ഇങ്ങനെ വെറുതെ കണ്ടിരിക്കാം. വിശന്നിട്ടും പാടില്ല. എന്ത് ചെയ്യും? നമുക്കൊരു വീട്ടിൽ കയറി ചോദിച്ചാലോ, ചേച്ചി വെള്ളം ഒഴിച്ച് വിട്ടാ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇത്തിരി ചോറ് തരാമോന്ന്. ഓക്കെ ഗൈസ്, ഇനിയിപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും തുണിക്കട ഫുഡിന്റെ കട എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണിച്ചു തരാം. ഓക്കെ ബൈ. അപ്പൊ ഞങ്ങൾക്ക് ഇതുവരെ ഭക്ഷണമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷെ ഞങ്ങളിവിടെ സ്റ്റാച്യൂല് വന്നപ്പോഴത്തേക്കും കംപ്ലീറ്റ് ഇവിടെ അലങ്കരിച്ചിരിക്കുവാണ്. തൃപ്പൂണിത്തുറ ഉള്ള ആൾക്കാർക്ക് കണ്ടാൽ മനസ്സിലായേ. എനിക്ക് വിശക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പോവാച്ച. ഓ വാവ്, ഇതൊക്കെ എപ്പോ തൂക്കി വെച്ചാ? പെട്രോള് കളഞ്ഞ അച്ഛൻ വണ്ടി, ശങ്കരൻകുട്ടി പെട്രോൾ കളഞ്ഞ് പോണെങ്കിൽ ശങ്കരൻകുട്ടിക്ക് നല്ല വിശപ്പുണ്ട് കേട്ടോ ഗൈസ്.